അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകായോഗ്യമായ ഒരു സ്വഭാവ സവിശേഷ ഗുണത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചരിത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിത സാഹചര്യം, അവിടെ ഒരുപാട് നേതാക്കന്മാർ അവർക്കിടയിലുണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, ഓരോ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് നേതൃത്വം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നടന്ന പല യുദ്ധങ്ങളിൽ, ബുആസ് പോലെയുള്ള പല യുദ്ധങ്ങളിലും പലരും കൊല്ലപ്പെട്ടു. അങ്ങനെ അവിടെ ബാക്കിയാകുന്നത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം മുമ്പും നേതാവാണ്. ഈ ബുആസ് യുദ്ധങ്ങൾക്ക് ശേഷം അദ്ദേഹം മാത്രമേ അങ്ങനെ അധികം നേതൃപാഠമുള്ള നേതൃസ്ഥാനത്ത് ഇരുന്ന ആളുകളിൽ ബാക്കിയാകുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ അദ്ദേഹം കരുതിയത് ഇനിയിപ്പോൾ അധികം നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ, ഞാൻ മദീനയുടെ ഒരു നേതാവായി വളർന്നു വരും, എന്നെ എല്ലാവരും അംഗീകരിക്കും, മദീന നിവാസികളുടെ ഒരു അനിഷേധ്യ നേതാവായി ഞാൻ മാറും എന്നൊക്കെ ഉള്ളൊരു സ്വപ്നം കാണലിൽ ഇങ്ങനെ നടക്കുകയാണ് പ്രതീക്ഷയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അവിടെയുള്ള മദീന നിവാസികൾ ഒന്നടങ്കം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത രീതിയും അദ്ദേഹത്തെ സ്വീകരിച്ച ശൈലിയുമൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലവരും നമ്മൾ മനസ്സിലാക്കിയതാണ്. അവര് സ്വന്തം ശരീരത്തെക്കാളേറെ, സ്വന്തം കുടുംബത്തെക്കാളേറെ, സ്വന്തം ജോലിയേക്കാളേറെ, എല്ലാറ്റിനേക്കാളേറെയും ദീനിനെയും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കൂടെ വന്ന മുഹാജിറുകളെയും അവർ സ്വീകരിക്കുകയുണ്ടായി, സൽക്കരിക്കുകയുണ്ടായി. സ്വാഭാവികമായും അവർ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ നേതാവായി, സയ്യിദായി, അവരുടെ നേതൃത്വമായി അവർ അംഗീകരിച്ചു വന്നു. അപ്പൊ ഇത് നേതൃത്വം സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂലിനെ അത് അത്ര രസിച്ചില്ല. അയാൾക്ക് ദേഷ്യമായി, കോപമായി. ആ കോപം പലപ്പോഴായി അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അയാളാണ് മുനാഫിക്കുകളുടെ നേതാവ്. മുനാഫിക്കുകളുടെ എല്ലാ കാര്യത്തിലും ഓല കൂടെ കൂടി ഓല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായി നിന്ന് അവർക്കിടയിൽ നേതാവായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നേതൃത്വം തട്ടിയെടുത്തു എന്ന ഒരു വിഷമാണ്, ആ ഒരു ദേഷ്യമാണ്, ആ കോപമാണ്, ആ ഒരു നിഷേധമാണ് അയാളിൽ ഉണ്ടാക്കിയത്. അതെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ പോവാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെ നമ്മുടെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ടാണ് തൻ്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉസാമത്ത് ബിൻ സെയ്ദ് ഉണ്ട്, അദ്ദേഹം കുട്ടിയാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കഴുതപ്പുറത്ത് അങ്ങനെ യാത്ര ചെയ്യാണ്. നബിയുടെ വാഹനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരല്പം മുന്നോട്ട് പോയപ്പോൾ മദീനയുടെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ അവരങ്ങനെ വട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിലൂടെ തൻ്റെ കഴുതപ്പുറത്ത് അങ്ങനെ പോകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുതയുടെ കുളമ്പടിയിൽ നിന്ന്, ആ കാലിൽ നിന്ന് ഒരല്പം പൊടി പാറി. സ്വാഭാവികമാണല്ലോ, പ്രത്യേകിച്ച് അവിടെ പൊടി വരേണ്ട ഒരു പ്രദേശമാണ്. പൊടി പാറിയപ്പോൾ ഇതൊരു ചാൻസ് ആക്കിയിട്ട് ഇയാൾ ചീത്ത പറയാൻ തുടങ്ങി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കര മോശമാക്കി പറഞ്ഞ് പെറുപെറുത്ത് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ അദ്ദേഹം ഈ കൂടെ നിൽക്കുന്ന ആളുകളും എല്ലാവരോടും ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് സലാം പറഞ്ഞ് അവരുമായി കുശലാന്വേഷണം നടത്തി. എന്നിട്ട് തൊട്ട് മുമ്പ് റീസെൻ്റായി അവതരിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ അവരുമായി ഷെയർ ചെയ്തു. അപ്പോൾ അവരത് വളരെ സാഗൂതം ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇത് ഇയാൾക്ക് വീണ്ടും രോഷം ഉണ്ടാക്കി. കാരണം ഇത് എല്ലാവരും ഉണ്ടാതിരുന്ന് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടാതിരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് വീണ്ടും രോഷമായി, ദേഷ്യമായി.
ഇയാൾ വളരെ കോപത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇൽസം റഹലക് ഫൽസം റഹലക്, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞുകൂടെ ഇതൊക്കെ, ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിച്ചു. അതുമാത്രമല്ല, നിങ്ങളൊരു കഴുത, നിങ്ങളെ കഴുതന്റെ ഗന്ധം ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടെ കോപത്തോടെ സംസാരിക്കുകയാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അപ്പൊ ഇങ്ങനെ ഒരാള് തന്നെ നേരിടുന്നുണ്ട്, തന്നോട് സംസാരിക്കുന്നുണ്ട്, തന്നോട് കോപിക്കുന്നുണ്ട്, തന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്ന ഒരു ആ നിലക്കുള്ള ഒരു ചിന്തയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സംസാരം മറ്റുള്ളവരോട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇയാളങ്ങോട്ട് നെവർ മൈൻഡ് ആക്കി, അയാളോട് മിണ്ടിയില്ല, അയാൾ പറഞ്ഞ ഒരു കാര്യത്തിനും പ്രതികരിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ റവാഹയും ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ പോലെയുള്ള ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അവരൊക്കെ വളരെ ശക്തമായിട്ട് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിനോട് തിരിച്ചു വർത്താനം പറഞ്ഞു, നിന്റെ വായക്കാണ് കഴുതയേക്കാൾ നാറ്റം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി സാരല്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സ്വാഭാവികമായി അവിടെ തിരിച്ചു പ്രതികരിക്കാനുള്ള അവസരമുണ്ട് താനും, കാരണം എല്ലാവരും നബിയുടെ കൂടെയാണ്. പക്ഷെ എന്നിട്ടും ആ കോപിച്ച് രോഷത്തോടുകൂടി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സലൂലിനോട് ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് വലിയൊരു വല്ലാത്തൊരു മാതൃകയാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ശരിക്കും കോപം വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശക്തമായി കോപിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ അതേ നാണയത്തിൽ അയാളോടും തിരിച്ചടിച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ ഉൾക്കൊള്ളൂല, അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കത്തിന്റെ സമയത്ത് അവർ തമ്മിലുള്ള വഴക്കിന്റെ ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന ഒരുത്തൻ അവൻ്റെ അടുത്താണ് സർവ്വ റോങ്ങെങ്കിലും അവൻ ചാടിക്കയറിയും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവൻ്റെ അടുത്ത് സംഭവിച്ച റോങ്ങുകളൊന്നും അവൻ മനസ്സിലാക്കൂല. കാരണം അവിടെ വേണ്ടത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ക്ഷമയാണ്. എന്ന് സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ നമ്മുടെ ആ കോപം, നമുക്ക് മനസ്സിൽ ദേഷ്യമുണ്ട്. കാരണം ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും ആർക്കും ദേഷ്യം വരും. പക്ഷെ അതിനെ അടക്കി നിർത്തുകയും അതിനെ ഒതുക്കി നിർത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല വിജയികൾ എന്ന പാഠമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പകർന്നു നൽകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ, നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ പിന്നെ അങ്ങനത്തെ ചില പ്രകൃതക്കാരായിട്ടുള്ള ആളുകളുണ്ടാകും. തീർച്ചയായും അത് മനസ്സിൽ എന്തോ ഒന്ന് കരുതി വെക്കും. അപ്പോൾ അത് ചാൻസ് കിട്ടുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്നിട്ട് രംഗം വഷളാക്കി ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ദേഷ്യക്കാരായ ആൾക്കാരുണ്ടാവും. പിടുത്തം പൊട്ട ദേഷ്യമുള്ള ആൾക്കാർ, അവർ പിന്നെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് എല്ലാവരോടും, ഇപ്പോൾ അവരെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഇതിലൊരുപാട് മാതൃക ഉണ്ട്. ദേഷ്യങ്ങളെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊരു പ്രതീക്ഷ വേണം, ഭാവിയിൽ ഇയാൾ തിരുത്തി വരും, അല്ലെങ്കിൽ ഇയാളെ തിരുത്താൻ കഴിയും എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് വേണം. മാത്രമല്ല, ഒരു ദേഷ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു അനുഭവത്തിൽ പാഠമുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്ത ആ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൂടി ഒന്ന് സ്മരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ യാത്രകളിലുടനീളം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കൂടെ കൂട്ടുമായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് വഫാത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു വലിയൊരു സൈന്യത്തെ തയ്യാറാക്കിയപ്പോൾ ആ സൈന്യത്തിന്റെ അധിപനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്നത് ഏകദേശം കൗമാരപ്രായക്കാരനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഉസാമ എന്ന കുട്ടി അദ്ദേഹം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ, നബിയോട് ഇങ്ങോട്ട് കോപിക്കുന്ന ആളുകളോട് എങ്ങനെ നബി പ്രതികരിക്കുന്നു എന്ന നിലക്കൊക്കെയുള്ള ആ ഒരു പാഠങ്ങൾ അദ്ദേഹം കാണണം. ഒരു സർവ്വസൈന്യാധിപൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ ഗുണമാണ് ക്ഷമയും സഹനവും ഒക്കെ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു വശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു
ചൊല്ലുണ്ട്, ഒരു 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 ടെക്സ്റ്റ് ഉണ്ട്, ഒരു പ്രസ്താവനയുണ്ട്, സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ ഈ ശുദ്ധമായ വെള്ളം, നിശ്ചലമായി കിടക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റും. പക്ഷെ തിളച്ചു മറിയുന്ന വെള്ളത്തിൽ നമ്മളെ പ്രതിബിംബം കാണാൻ പറ്റൂല. ഒരാൾ തിളച്ചു മറിയാണ്, ഒരാൾ കോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ നമ്മൾ തിരുത്താൻ നോക്കിയാൽ ഒരിക്കലും നടക്കൂല. അതൊക്കെ കഴിഞ്ഞ് ശാന്തമായി ആശ്വാസത്തോടു കൂടി അയാൾ നിശ്ചലമായാലേ അയാളിൽ നമ്മുടെ പ്രതിബിംബം കാണുള്ളൂ. നിശ്ചലമായ വെള്ളത്തിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നത് പോലെ. അത്തരത്തിലൊരു വളരെ ഗുണപാഠാത്മകമായ ഒരു സംഭവമാണ് ഈ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഈ ഒരു സംഭവം വിശേഷിപ്പിക്കപ്പെടുന്നത്.